ഫുട്ബോളിൽ മലപ്പുറം അല്ലാതെ മറ്റാര്? സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഫുട്ബോളിൽ കോഴിക്കോടിനെ തോൽപ്പിച്ച മലപ്പുറം ജേതാക്കളായി. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു മലപ്പുറത്തിന്റെ വിജയം. ടീം മലപ്പുറത്തോടൊപ്പം ജയേഷ് പൂക്കുട്ടർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഫുട്ബോളിൽ ചാമ്പ്യന്മാർ ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ആരാ ചാമ്പ്യൻസ്? ഫുട്ബോളിന്റെ ഈറ്റില്ലമായ മലപ്പുറം തന്നെയാണ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത്. ആവേശകരമായ ഫൈനലിൽ കോഴിക്കോടിനെ പെനൽറ്റി ഷൂട്ടൌട്ടിലാണ് മലപ്പുറം പരാജയപ്പെടുത്തിയത്. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും 1-1 എന്നുള്ള നിലയിലായിരുന്നു. നമുക്കൊപ്പം ക്യാപ്റ്റൻ ചേരുന്നുണ്ട്. ക്യാപ്റ്റൻ, എങ്ങനെയുണ്ടായിരുന്നു മാച്ച്? വളരെ ടഫായിരുന്നു മാച്ച്. പക്ഷെ ഞങ്ങളുടെ 11 ആളും ഒരേ എഫേർട്ടിൽ ടീമായിട്ട് നിന്ന് അവർ നേരിട്ടു. അതുകൊണ്ടാണ് ഈ വിജയം കിട്ടിയത്. ഷൂട്ടൌട്ടിലേക്ക് പോയപ്പോൾ ഒരു ടെൻഷൻ കയറിയിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് നല്ലൊരു കീപ്പറുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു മാച്ചിന് പോലും അവനെ ഞങ്ങൾ തോൽപ്പിച്ചിട്ടില്ല. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സുഖമായിട്ട് ഞങ്ങൾ പ്രാക്ടീസ്, കോച്ച് എന്ന് ഞങ്ങളെ പെനാൽറ്റി ഷൂട്ടൗട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അത് കീപ്പർ നല്ല സുഖമായിട്ട് കാണിച്ചു. ഞങ്ങൾക്ക് ടെൻഷനേ ഉണ്ടായില്ല. കീപ്പർ കൂടി നമുക്ക് ചെയ്യുന്നുണ്ട്. പേര് കീപ്പറുടെ? റിസ്വാൻ. എവിടെ സ്ഥലം? എവിടെ? ഓക്കെ, മാവൂര്. അപ്പൊ കോഴിക്കോട്ടുകാരനാണ്. മലപ്പുറം ജില്ല. അതായത് കീപ്പർ കോഴിക്കോട്ടുകാരനാണ്, മാവൂരാ വീട്. അപ്പോ ഷൂട്ടൗട്ടിലേക്ക് പോയപ്പോ എങ്ങനെ ടെൻഷൻ കയറിയോ? ഇല്ല, നല്ല സുഖമായിട്ട് തന്നെ എടുത്തു. ഏതാ കോൺഫിഡൻസ് അല്ലേ? നമുക്കപ്പോൾ ഒപ്പം തന്നെ പരിശീലനം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷൂട്ടൗട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണോ കൂടുതൽ ഷൂട്ടൗട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത പിള്ളേർ? അതല്ല, നമ്മൾ അതും പ്രതീക്ഷിക്കണം. ഗെയിമല്ലേ, കാരണം നമ്മൾ നന്നായിട്ട് കളിച്ചു ഫസ്റ്റ് ഹാഫ്. പക്ഷെ ഒരു ബാറ്റിലൊക്കെ ഒരു ഗോൾ വന്ന് വീടി. പിന്നെ ഇപ്പം എന്താണ്, സ്വാഭാവികമായിട്ടും ടൈം ബ്രേക്കറിലേക്ക് പോകും. അപ്പം അത് നമ്മൾ മുന്നിൽ കാണണം. അത് നന്നായിട്ട് പിള്ളേർ ചെയ്യിച്ചു. അത് കോൺഫിഡൻ്റ് ആയിട്ട് അവർ ചെയ്തു. ഗോൾ കീപ്പർ ബെൻഡേജ്. അപ്പോൾ ക്യാപ്റ്റൻ, നമ്മുടെ കോഴിക്കോട് ടീമിലേക്ക് വരുമ്പോൾ സുബ്രത വിജയിച്ച ടീമിൽ 8 പ്ലേയേഴ്സ് കോഴിക്കോടുണ്ടായിരുന്നു. അതൊക്കെ ഫൈനലിൽ ഇറങ്ങുന്നതിന് മുമ്പ് അതേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക്? ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. കാരണം അത് സ്കൂള് തമ്മിലെ കളികളാണ്. ഇതങ്ങനെയല്ല, ഇതൊരു ടീമായിട്ട് ഒരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറഞ്ഞ ജില്ല എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ മലപ്പുറംകാരനാ. അതാണ്, ആലോചിച്ചാൽ മതി. അപ്പോൾ ഫുട്ബോളിന് അത്രയും നല്ലൊരു ഇത് കൊടുക്കുന്ന ജില്ലയിൽ നമുക്ക് പ്ലേയേഴ്സിന് കുറവില്ല. അതൊരു സ്കൂളിൻ്റെ ഗെയിമും ഇതൊരു ഡിസ്ട്രിക്റ്റിൻ്റെ ഗെയിമാണ്. നല്ല കമ്പാരിറ്റീവ് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് സുഖമായിട്ട് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. പ്ലേയേഴ്സിനാണെങ്കിലും ഇഷ്ടം പോലെ പ്ലേയേഴ്സാണ്. ഇതിലും നല്ല പ്ലേയേഴ്സ്, ഇത്ര നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ടീമിന് ബാക്കപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ജില്ലയിൽ ഒരിക്കലും എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നില്ല. ഗെയിമായിട്ട് നല്ലൊരു ടീമാണ് ഞങ്ങൾ. സീനിയർ അണ്ടർ 19 ഫുട്ബോളും നമ്മൾ എന്ത് ചെയ്തു, വിജയിച്ചു. ജൂനിയറും വിജയിച്ചു. നമ്മളെ മലപ്പുറത്തിൽ തന്നെ അത് കിട്ടി. നമ്മളെ കുട്ടികളെ നേടി. ഓക്കെ, ഇനി ഫുട്ബോൾ ലെവൽ കഴിഞ്ഞിട്ട് ടോപ്പ് സീനിയർ ലെവലിലേക്ക് എത്തുമ്പോഴും നിങ്ങളുടെ ഈ സ്പിരിറ്റ്, നിങ്ങളുടെ ഈ മികവ് എല്ലാം, ഈ സൗഹൃദം എല്ലാം ഇതുപോലെ തന്നെ തുടരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. എന്തായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് മലപ്പുറത്തിന്റെ ചുണക്കുട്ടികളുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സുരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.